എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും വായനയുടെ ലോകം എന്ന ഈ പരിപാടിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ഫാദർ ജോനാഥ് കപ്പൂച്ചിൻ എഴുതിയ ആധ്യാത്മിക ലേഖനങ്ങളുടെ ഒരു സമാഹാരത്തെയാണ്. ഈ പുസ്തകത്തിൻ്റെ പേര് പാതുകം എന്നാണ്. കൊച്ചിയിലുള്ള തിയോ ബുക്സാണ് ഈ പുസ്തകത്തിൻ്റെ പ്രസാധകർ. ആധ്യാത്മിക സാഹിത്യ രംഗത്ത് വളരെ സജീവമായി ഇടപെട്ടുകൊണ്ട് വളരെ വ്യത്യസ്തങ്ങളായ പുസ്തകങ്ങളിലൂടെ ആധ്യാത്മിക ബോധ്യങ്ങൾ പകർന്നു നൽകുന്ന ഒട്ടേറെ രചനകൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ജോനാഥ് അച്ഛൻ. അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായൊരു ഗ്രന്ഥമാണ് പാതുകം. വളരെ ലളിതവും എന്നാൽ വ്യത്യസ്തമായ ഉൾക്കാഴ്ചകൾ നൽകുന്നതുമായ ഒട്ടേറെ വചനവിചിന്തനങ്ങളുടെയും ആധ്യാത്മിക ചിന്തകളുടെയും ഒക്കെ ഒരു സമാഹാരമാണ് ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൻ്റെ പ്രവേശിക എഴുതിയിരിക്കുന്നത് ബഹുമാന്യനായ ധ്യാന ചിന്തകനും എഴുത്തുകാരനുമായ ബോബി ജോസ് കട്ടികാടച്ചനാണ്. അദ്ദേഹം ഈ ഗ്രന്ഥത്തെക്കുറിച്ച് ഇപ്രകാരം ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. ജോനാഥ് ചിത്രം വരയ്ക്കുന്നു എന്നതാണ് കുറച്ച് ദീർഘവും അതിലേറെ ദൃഢവുമായ ഒരു അടുപ്പത്തിൻ്റെ ആരംഭത്തിൽ എന്നെ ആഹ്ലാദിപ്പിച്ച കാര്യം. അതുകൊണ്ട് തന്നെ ഈ കുറിപ്പുകൾ വായിച്ചു തുടങ്ങുമ്പോൾ പേനയല്ല ബ്രഷിനെയാണ് എഴുതാൻ ഈ സ്നേഹിതൻ ആശ്രയിക്കുന്നതെന്ന് തോന്നി. ഇത് വളരെ മനോഹരമായൊരു നിരീക്ഷണമാണ് എന്ന് ഈ ഗ്രന്ഥത്തിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടു. കാരണം ക്രിസ്തുവിനെ വളരെ മിഴിവോടുകൂടെ ഒരു ചിത്രകാരൻ്റെ ഭാവനാ വൈവിധ്യത്തോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ അക്ഷരങ്ങളിൽ അടയാളപ്പെടുത്തുവാനുള്ള ഒരു ശ്രമമാണ് ഈ ഗ്രന്ഥകർത്താവ് നടത്തുന്നത്. ഒരു ചിത്രകാരൻ്റെ സൂക്ഷ്മതയോടുകൂടെ ക്രിസ്തുവിൻ്റെ ഭാവാന്തരങ്ങളെ, അവൻ്റെ ജീവിത മൂല്യങ്ങളെ വളരെ മനോഹരമായി മിഴിവോടെ അവതരിപ്പിക്കുവാൻ ജോനാഥ് കപ്പൂച്ചിൻ അച്ഛന് സാധിച്ചിട്ടുണ്ട് എന്നത് ഈ ഗ്രന്ഥത്തിൻ്റെ വലിയൊരു വിജയമായി ഞാൻ കാണുന്നു. അനുദിന ജീവിത സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ അതോടൊപ്പം തന്നെ വായനയുടെയും ചിന്തയുടെയും ഒക്കെ പിൻബലത്തിൽ അദ്ദേഹത്തിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്ന മിഴിവുറ്റ ആധ്യാത്മിക ബോധ്യങ്ങളുടെ ഒരു പ്രകാശനമാണ് ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായി എനിക്ക് അനുഭവപ്പെട്ടത് പ്രായോഗിക വാദത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ആധ്യാത്മികതയ്ക്ക് ഒരു പ്രതിരോധം സൃഷ്ടിക്കുവാൻ ഈ ഗ്രന്ഥത്തിനാകുന്നുണ്ട് എന്നതുകൊണ്ടാണ്. ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നിലനിൽപ്പ് എന്ന് പറയുന്നത് കുറച്ച് മിഴിവേറിയ രീതിയിൽ ആധ്യാത്മിക ജീവിത പരിസരങ്ങളെ നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തി തരുവാനും ആധ്യാത്മികതയിൽ ഏറെ കൂടുന്ന ചില തെറ്റിദ്ധാരണകളെ തിരുത്തിക്കൊണ്ട് കാലത്തിന് അനുയോജ്യമായി അതിനെ നവീകരിക്കുവാനുമുള്ളൊരു പരിശ്രമം അദ്ദേഹം നടത്തുന്നു എന്ന നിലയിലാണ്. ദൈവസ്നേഹമെന്ന ആ പരമചൈതന്യത്തെ കുറച്ചുകൂടി മനുഷ്യഹൃദയങ്ങളിലേക്ക് മിഴിവോടെ ചേർത്ത് വയ്ക്കുവാൻ ഈ ഗ്രന്ഥകർത്താവിന് സാധിക്കുന്നുണ്ട്. കുറച്ചുകൂടി ഗൗരവമായി ആധ്യാത്മികതയെ പരിഗണിക്കാനുള്ള, അതിനെ സമീപിക്കാനുള്ള ഒരു പ്രേരണ ഈ ഗ്രന്ഥം നമുക്ക് വഴി തുറന്നു തരുന്നുമുണ്ട്. മനുഷ്യജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഭവ മേഖലകളെ തൻ്റെ രചനയ്ക്ക് പാത്രമാക്കുന്ന ജോനാഥൻ അച്ഛൻ അനന്യമായ ജീവിത വീക്ഷണങ്ങൾ കൊണ്ട് ഈ ഗ്രന്ഥത്തെ പൂരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നത് ശ്രദ്ധേയമാകുന്നു. ഈ ഗ്രന്ഥം ഒരു തീർത്ഥാടനം പോലെ മനോഹരമാണ്. നമ്മളെല്ലാവരും യാത്രികരാണ് എന്ന് പൊതുവെ പറയാറുണ്ട്. ദൈവാന്വേഷണം ഒരു യാത്രയാണ്. മനുഷ്യജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു യാത്രയോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാറുമുണ്ട്. ദൈവരാജ്യത്തെ ലക്ഷ്യമാക്കി ദൈവസാന്നിധ്യത്തിലേക്ക് മനുഷ്യൻ നടത്തുന്ന നീണ്ട ഒരു യാത്രയുടെ പേരാണല്ലോ ജീവിതമെന്ന് പറയുന്നത്. ജീവിതമാകുന്ന ആ യാത്രയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വഴിയോര കാഴ്ചകളും അനുഭവങ്ങളുമെല്ലാം നമ്മളൊരു ഡയറിയിൽ അനുദിനം കുറിച്ചു വെച്ചാൽ എങ്ങനെ ഉണ്ടാകും? അതേ രീതിയിൽ തന്നെയാണ് ജോനാഥൻ അച്ഛൻ ഈ പുസ്തകത്തെയും രൂപപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ട് തന്നെ വായന ഒരു തീർത്ഥാടനമാണ് എന്ന് ഈ വായനയ്ക്ക് ശേഷം നമുക്ക് അനുഭവപ്പെടും.
വായനയിൽ അടങ്ങിയിരിക്കുന്ന ഒരു തീർത്ഥാടനത്തിൻ്റെ ആന്തരിക മൂല്യങ്ങൾ എന്താണെന്ന് ഈ ഗ്രന്ഥം നമുക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യും. ഏകാഗ്രതയോടും പ്രാർത്ഥനയോടും കൂടെ നിങ്ങൾ ഈ വായനയെ സമീപിക്കുമ്പോൾ അത് വലിയ ഒരു ആധ്യാത്മിക അന്വേഷണമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും എന്നാണ് ഈ ഗ്രന്ഥത്തിലൂടെ കടന്നുപോയൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വായനയുടെ നിമിഷങ്ങളിലൊക്കെ നിങ്ങൾ സസൂക്ഷ്മം ഈ വരികൾക്കിടയിലൂടെ യാത്ര ചെയ്യാൻ ശ്രമിച്ചാൽ ഇതൊരു അക്ഷരവിരുന്നാണ്. അതിലുപരി നിങ്ങളുടെ ആത്മാവിനെയും നിങ്ങളുടെ ബോധ്യങ്ങളെയും കുറേ കൂടി കഴുകി വിശുദ്ധീകരിക്കാൻ കഴിയുന്ന ഒരു ആധ്യാത്മിക യാത്രയാണ് എന്ന് നമുക്ക് പറയാം. ഈ ഗ്രന്ഥത്തിൻ്റെ ആദ്യത്തെ അധ്യായം പാതുകം എന്ന തലവാചകത്തിലാണ് ആരംഭിക്കുന്നത്. കാർലോസ് മെസ്റ്റർ പറഞ്ഞ വളരെ മനോഹരമായ ഉദ്ധരണി പങ്കുവെച്ചുകൊണ്ടാണ് ജോനാഥൻ അച്ഛൻ ഈ അക്ഷരവിരുന്നിലേക്ക്, ഈ അത്താഴമേശയിലേക്ക് നമ്മെ ക്ഷണിക്കുക. ഒരുവൻ ദൈവത്തെ അറിയുന്നത് തൻ്റെ കാലുകളിലൂടെയാണ് എന്നതാണ് ആ ഉദ്ധരണി. എല്ലാ ദൈവാന്വേഷണങ്ങളിലേക്കും നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ യാത്ര എന്നതും ചെരുപ്പെന്നതുമൊക്കെ ഒരു പ്രതീകമായൊരു ബിംബമായി മാറാറുണ്ട്. കാരണം ദൈവത്തെ ഒരു പാതുകമായി ഈ ഗ്രന്ഥകർത്താവ് അവതരിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഒരു പാതുകം അല്ലെങ്കിൽ ഒരു ചെരുപ്പിൻ്റെ ധർമ്മമെന്ന് പറയുന്നത് അഴുക്കുകൂനകൾക്കിടയിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ പാദത്തെ സംരക്ഷിക്കുക എന്നതാണ്. ദൈവം നമ്മുടെ ആത്മാവിൻ്റെ പാദങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പാതുകമാണ് എന്ന് അവതരിപ്പിച്ചുകൊണ്ട് ഇതുവരെയും എവിടെയും കേട്ടുകേൾവിയില്ലാത്ത അല്ലെങ്കിൽ പരിചിതമല്ലാത്ത ഒരു ആധ്യാത്മിക ചിന്തയുടെ നവ്യമായ പ്രകാശനമായി ഈ ഗ്രന്ഥം നമുക്ക് മുമ്പിലേക്ക് അവതരിക്കുകയാണ്. അദ്ദേഹം പാതുകത്തിൻ്റെ ആധ്യാത്മികതയിൽ നിന്നാണ് തൻ്റെ ഈ ഗ്രന്ഥത്തിൻ്റെ ചിന്തകൾ ആരംഭിക്കുന്നത്. അദ്ദേഹം എഴുതുന്നു, പാതുകത്തിന് ഒരു ആത്മീയതയുണ്ട്. ഏതൊക്കെയോ വിധത്തിൽ അത് ദൈവത്തിൻ്റെ സാദൃശ്യ നിഴൽ വീണ് കിടക്കുന്ന ഒന്നാണ്. നമ്മൾ ചിട്ടപ്പെടുത്തിയെടുത്തിട്ടുള്ള പല ആധ്യാത്മിക സങ്കല്പങ്ങളിലും ദൈവത്തെ പാതുകവുമായി സാദൃശ്യപ്പെടുത്തുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. സൂക്ഷ്മതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ആധ്യാത്മിക അന്വേഷിയെ സംബന്ധിച്ചിടത്തോളം ജോനാഥൻ അച്ഛൻ അവതരിപ്പിക്കുന്ന ഈ ആത്മീയ സങ്കല്പം കുറച്ചുകൂടി അഭികാമ്യമായി തോന്നിയേക്കാം. അതായത് പാപങ്ങളുടെ മാലിന്യം പുതഞ്ഞു കിടക്കുന്ന വഴിത്താരകളിലൂടെ ഒരു മനുഷ്യൻ നടത്തുന്ന യാത്രകളിൽ അവന് കവചമായി അവൻ്റെ പാദങ്ങളെ, അവൻ്റെ ആത്മാവിൻ്റെ പാദങ്ങളെ സംരക്ഷിച്ചു പോരുന്ന ഒരു സംരക്ഷണ കവചമാണ് ദൈവം എന്ന പാതുകം. അത് ഏത് അഴുക്ക് പുരണ്ട ചാലുകളിലൂടെ സഞ്ചരിക്കുമ്പോഴും നമുക്ക് സംരക്ഷണം നൽകുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഒരുപാട് അഴുക്കു വഴികളിൽ നഗ്നപാതനായി നടന്ന് സുവിശേഷത്തിലെ ധൂർത്തപുത്രൻ തിരികെ എത്തുമ്പോൾ സ്നേഹനിധിയായ പിതാവ് അവനെ അണിയിക്കുവാനായി ഒരു പാതുകം കൊടുക്കുന്നതിനെക്കുറിച്ച് സുവിശേഷത്തിൽ സൂചനയുണ്ട്. ദൈവം തന്നെ പാതുകമായി മാറുന്ന അനുഭവങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും വിരളമല്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെല്ലാം ദൈവമാകുന്ന ഈ പാതുകത്തിൻ്റെ സംരക്ഷണം ഏറ്റുവാങ്ങിയിട്ടുള്ളവരാണ്. ചില പാപത്തിൻ്റെ മാലിന്യങ്ങൾ പുതഞ്ഞ വഴിത്താരകളിലൂടെ നമ്മൾ സഞ്ചരിച്ച് ജീവിതം തകർന്നുവെന്ന് ചിന്തിച്ച ഇടങ്ങളിലൊക്കെ കുമ്പസാരക്കൂടുകളിലൂടെ ദൈവം ഒരു പാതുകത്തിൻ്റെ സംരക്ഷണമായി നമ്മളിലേക്ക് കടന്നു വന്ന എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട്. ആ ഒരു ചിന്തയിലേക്ക് ഈ ഗ്രന്ഥം എന്നെ വഴിതെളിച്ചതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ആത്മാവിൻ്റെ ബലം നഷ്ടപ്പെട്ടു പോകുന്ന നിമിഷങ്ങളിൽ ഈ സംരക്ഷണ കവചം നമ്മളെ കുറച്ചുകൂടെ മനോഹരമായ ദിവ്യാനുഭവത്തിലേക്ക് നമ്മളെ ആനയിക്കുന്നതായി നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ദൈവമെന്ന ആ രക്ഷാകവചത്തെക്കുറിച്ചുള്ള ആഴമേറിയ ധ്യാനമാണ് ഈ അധ്യായത്തിലുടനീളം നമ്മൾ കണ്ടുമുട്ടുക. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയവും ഈ പാതുകം എന്ന സങ്കല്പത്തിൽ നിന്ന് ഇതൾ വിരിഞ്ഞു വരുന്നതാണ്. ഇതിൽ ക്രമീകരിച്ചിരിക്കുന്ന ഓരോ അധ്യായങ്ങളും ഈ പ്രധാന ആശയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ളതാണ്. കാരണം ഇതിൻ്റെ അധ്യായങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് പുതുമയേറിയ രീതിയിലാണ്. ഒന്നാമത്തെ അധ്യായം പാതുകം എന്ന പ്രധാന ശീർഷകത്തിൽ ആരംഭിച്ച് അതിൽ സ്നേഹത്തെക്കുറിച്ചാണ് കൂടുതലായും പ്രതിപാദിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം ഒരു മനുഷ്യനെ എങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്നു, എങ്ങനെയാണ് ഒരു ആത്മാന്വേഷി അല്ലെങ്കിൽ ഒരു ദൈവാന്വേഷിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം തണൽ വിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ ഹൃദയസ്പർശിയായി അദ്ദേഹം പറഞ്ഞു പോവുകയാണ്. അതിൽ കലഹപൂർവ്വം സ്നേഹിക്കുന്നവരെ പറ്റിയും
സ്നേഹം ഒരു മറവിയാണെന്നും സ്നേഹം കൊണ്ടൊരു പൂക്കളം തീർക്കാമെന്നുമൊക്കെയുള്ള ധ്യാനചിന്തകളാണ് അദ്ദേഹം പകർന്നു നൽകുക. 2-ാമത്തെ അധ്യായത്തിൽ പിറവി എന്ന് പറയുന്ന, അല്ലെങ്കിൽ തിന്മയുടെ ആധിപത്യത്തിൽ നിന്ന് ഒരു ക്രിസ്ത്യാനുഭവം സ്വന്തമാക്കുന്ന ഒരു പുതിയ ആത്മീയ പിറവിയെക്കുറിച്ചുള്ള സൂചന നൽകുന്ന ലേഖനങ്ങളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. അനശ്വരതയുടെ ഭാരം, സ്വപ്നങ്ങളുടെ മഞ്ഞുകാലം, ദൈവാന്വേഷികൾ എന്നിങ്ങനെയുള്ള ഉപശീർഷകങ്ങളിലാണ് ഈ 2-ാമത്തെ അധ്യായം മുന്നോട്ട് പോവുക. തുടർന്ന് അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചുള്ള വലിയ ധ്യാനചിന്തകൾ പകർന്നു നൽകിക്കൊണ്ടാണ് 3-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. അതിൽ തന്നെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ചില അമ്മ സങ്കല്പങ്ങളെ, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ നമുക്ക് മുമ്പിലേക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് എങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്നേഹം അമ്മയുടെ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഇഴപടർത്തുന്നത്, തണൽ വിരിക്കുന്നത് എന്നൊക്കെ ഈ ലേഖനത്തിലൂടെ അദ്ദേഹം പ്രതിപാദിക്കുകയാണ്. ഒരു അമ്മയുടെ കരുതലും സ്നേഹവും ഒക്കെ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വളരെ മനോഹരമായി വിചിന്തനം ചെയ്യുവാൻ അദ്ദേഹം ഇവിടെ പരിശ്രമിക്കുകയാണ്. തുടർന്ന് ഭവനം നൽകുന്ന സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് 4-ാമത്തെ അധ്യായമായ ഭവനം എന്ന മുഖ്യ തലവാചകത്തിൽ ആരംഭിക്കുന്ന ലേഖനത്തിൽ നമ്മൾ കണ്ടുമുട്ടുക. അവിടെ നിത്യതയുടെ ഗോവണി, ദൈവത്തിൻ്റെ ഭവനം, പരാജിതൻ്റെ വീട് തുടങ്ങിയ ഉപശീർഷകങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ ധ്യാനചിന്തകൾ അദ്ദേഹം പകർന്നു നൽകുന്നു. തുടർന്ന് ഉപമ, നിയോഗം, തപസ്, സഹനം, മരണം, ഉയിർപ്പ് എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ തലവാചകങ്ങളിലൂടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ആധ്യാത്മിക ഭാവമണ്ഡലങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ ഓരോ ലേഖനത്തിലൂടെയും ഗ്രന്ഥകർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. ഒരിക്കലും ഹൃദയവാതിലുകളിലൂടെ ആന്തരികതയിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ പുറത്ത് ഉപേക്ഷിക്കപ്പെടുന്ന പാതുകമായി ദൈവം മാറുന്നുവെന്ന ഒരു ചിന്ത അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് എല്ലാ കാര്യങ്ങൾക്കും ശേഷം ഏറ്റവും ഒടുവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായി ചിലപ്പോഴെങ്കിലും ദൈവത്തെ നമ്മൾ മാറ്റി നിർത്താറുണ്ട്. നമ്മുടെ സന്തോഷത്തിൻ്റെ അത്താഴമേശകളിൽ പലപ്പോഴും നമ്മൾ ദൈവത്തിന് ഇടം കൊടുക്കാതിരിക്കുകയും ജീവിതത്തിൽ സങ്കീർണമായ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ആ പാതുകം അണിഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിൽ ആധ്യാത്മിക സങ്കല്പങ്ങൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ അപജയമെന്ന് വിമർശന ബുദ്ധിയെ ഈ ലേഖനത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എപ്പോഴും നമ്മളെ അറിയുന്ന, നമ്മളെ പരിപാലിക്കുന്ന, നമ്മുടെ യാത്രകളിൽ ഉടനീളം നമുക്ക് സംരക്ഷണ കവചമായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ദുഃഖങ്ങളിൽ എന്നതുപോലെ സന്തോഷങ്ങളിലും നമ്മൾ പിന്തുടരേണ്ടതുണ്ട് എന്ന് ഈ പുസ്തകം നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്ക് ദൈവാനുഭവം ഉണ്ടാകണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഗുരുവിനെ സമീപിക്കുന്ന ശിഷ്യനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. ആത്മീയതയുടെ ലോകത്ത് സ്നേഹിക്കുക എന്നത് ഒരു യോഗ്യതക്കുറവായി കണ്ടിരുന്ന ആ ശിഷ്യനോട് ഗുരു പറയുകയാണ്, നീ ആരെയെങ്കിലുമൊക്കെ വ്യക്തിപരമായി സ്നേഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഒരിക്കലും ആരെയും അങ്ങനെ സ്നേഹിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് ആ ശിഷ്യൻ മറുപടി തരികയാണ്. എൻ്റെ അനുഭവം എന്നോട് പറയുന്നത് നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ ഒരു ക്ഷണിക ദർശനമെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്നേഹത്തെ വികസിപ്പിച്ച് ദൈവത്തിങ്കിലേക്ക് എത്തുന്ന ഘട്ടം വരെ കൊണ്ടുപോകുവാൻ കഴിയും എന്ന് ആ ഗുരു ശിഷ്യന് ഒരു മറുപടി കൊടുക്കുകയാണ്. അതായത് സ്നേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ ഭാവാന്തരങ്ങളെ വ്യക്തമാക്കുകയാണ് ഈ ലേഖനം. കലഹപൂർവ്വം സ്നേഹിക്കാൻ കഴിയുന്നതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഈ പുസ്തകത്തിൽ ഒരു വിവരണമുണ്ട്. സ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ അവാജ്യമായ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഉന്നത ബലത്തിൽ ദൈവത്തോട് തർക്കിക്കാനും വാദിക്കാനും കുറുമ്പ് കാണിക്കാനും അമർഷം പ്രകടിപ്പിക്കാനും ചിലർ ധൈര്യപ്പെടുന്നു. അവരുടെ കലഹപൂർണമായ പിടിവാശികളെ സമ്മതിച്ചു കൊടുക്കുന്ന മനസ്സാണ് ദൈവത്തിൻ്റെത്. സ്നേഹത്തിന് ചിലപ്പോൾ പിടിവാശിയുടെ ഒരു രൂപം ഉണ്ട് എന്ന് ഗ്രന്ഥകർത്താവ് പറയുകയാണ്. ചില വിശുദ്ധാത്മാക്കളുടെയൊക്കെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ചില സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കത് വ്യക്തമായി കാണാം. വളരെ സ്നേഹത്തോടുകൂടെ ദൈവത്തിൻ്റെ കൂടെ നടക്കുവാൻ, ദൈവത്തിൻ്റെ സാമീപ്യം അനുഭവിക്കാൻ ശ്രമിക്കുന്ന ചില മനുഷ്യരുടെ ജീവിതത്തിൽ തുടർച്ചയായി വരുന്ന വേദനകളുടെയും നൊമ്പരങ്ങളുടെയും നിമിഷങ്ങളിൽ അവർ ദൈവത്തോട് പരാതി പറയുന്നത് പലപ്പോഴും അതിന് സാക്ഷ്യം വഹിക്കാൻ ഇടവന്നിട്ടുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ ഞാൻ അവരോട് പറയാറുള്ളൊരു കാര്യമുണ്ട്, തീർച്ചയായും നിനക്ക് ദൈവത്തിന് മുമ്പിൽ വാശി പിടിക്കുവാനും ദൈവത്തോട് കലഹിക്കാനും അവകാശമുണ്ട് എന്ന് പറയുകയാണ്. തീർച്ചയായിട്ടും ആ ഒരു ആശയം തന്നെയാണ് ഈ ലേഖനത്തിലുടനീളം ഞാനും വായിച്ചെടുത്തിട്ടുള്ളത്. ദൈവത്തോട് നമുക്ക് കലഹിക്കാൻ
ഒരു അവകാശമുണ്ട്. ഒരു വിശ്വാസിക്ക്, യഥാർത്ഥ വിശ്വാസിക്ക് ദൈവത്തോട് കലഹിക്കാനുള്ള അവകാശമുണ്ട്. ഇങ്ങനെ ബൈബിളിൽ കലഹിക്കുന്ന ഒത്തിരിയേറെ മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അത് മോശയിൽ നമ്മൾ കാണുന്നുണ്ട്, അബ്രാഹത്തിൽ കാണുന്നുണ്ട്, ജോബിൽ കാണുന്നുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലേക്കും വരുമ്പോൾ ഇങ്ങനെ നിരന്തരം ദൈവത്തോട് പരാതി പറഞ്ഞുകൊണ്ടും പരിഭവം പറഞ്ഞുകൊണ്ടും വാശി പിടിച്ചുകൊണ്ടും കുറുമ്പ് കാട്ടുന്ന ഒത്തിരിയേറെ മനുഷ്യരെ കാണാൻ സാധിക്കും. വിശുദ്ധാത്മാക്കളുടെ ജീവിതവും ഇത് വിരളമായൊരു അനുഭവമല്ല. ആധ്യാത്മികതയിൽ മികച്ചൊരു ആധ്യാത്മിക ജീവിതത്തിലേക്ക് കടന്നു വരുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന ഒരു ആധ്യാത്മിക ഉൾക്കാഴ്ചയാണ് ഈ പറയുന്ന ഒരു കുറുമ്പ് കാട്ടൽ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് പിടിവാശി പിടിക്കുന്ന ഒരു അനുഭവം. അതുകൊണ്ട് നല്ല ആധ്യാത്മികത സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ വാശിപിടുത്തം മോശമായൊരു കാര്യമല്ല എന്ന് ഈ ലേഖനത്തിലൂടെ ജോനാഥൻ അച്ഛൻ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവമാണ് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചു തന്ന സങ്കീർത്തകൻ്റെ സ്തുതിവർണ്ണനകൾക്ക് ഇനി അവൻ അർഹനല്ല. രാത്രിയും പകലും വേനലും ശൈത്യവും അവനെയും ബാധിച്ചു. വിശപ്പും പ്രലോഭനവും ക്ഷീണവും നിദ്രയുമൊക്കെ അവനുമുണ്ടായി. നസറത്തിലെ മഴ നനഞ്ഞ തെരുവിൽ കുതറി വീഴുമ്പോൾ ശാഠ്യത്തോടെ നീട്ടി വിളിക്കാൻ ഒരമ്മയുള്ളവൻ. വഴിക്കാഴ്ചകൾ കണ്ട് വിസ്മയിച്ച് നടക്കുമ്പോൾ കൈപിടിക്കുവാൻ വളർത്തച്ഛനുള്ളവൻ. ബാല്യത്തിൽ ഇടയച്ചെറുക്കനോടൊത്ത് തിമിർത്ത് കളിച്ചിട്ടുണ്ടായിരിക്കാം അവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്നേഹം മറവിയാണ് എന്ന് തുടങ്ങുന്നൊരു ലേഖനം ഈ പുസ്തകത്തിലുണ്ട്. അതായത് മനുഷ്യൻ ചെയ്തു കൂട്ടിയ പാപങ്ങളെയൊക്കെ മറക്കുന്ന ഒരു ദൈവസാന്നിധ്യത്തിൻ്റെ നിഴലിനെയാണ് ഈ ലേഖനത്തിലൂടെ അവൻ കാണിച്ചു തരുന്നത്. ചില നിമിഷങ്ങളിൽ അവൻ ദൈവമാണെന്ന് സ്വയം മറന്നുപോയി മനുഷ്യരോട് സാദൃശ്യപ്പെടാൻ, പാപമൊഴികെ മറ്റെല്ലാ കാര്യത്തിലും മനുഷ്യനോട് സാദൃശ്യപ്പെടുവാൻ ശ്രമിക്കുന്ന ദൈവത്തിൻ്റെ ആ ലളിതമായ എളിമ നിറഞ്ഞ ഭാവമണ്ഡലത്തെ വളരെ ഹൃദ്യതയോടുകൂടെ ഈ ലേഖനത്തിൽ അവതരിപ്പിക്കുകയാണ്. മറന്നു പോകുന്നവനാണ് ദൈവം. താനൊരു ദൈവമാണ് എന്നുള്ള ആ ഔന്നത്യത്തിൻ്റെ വഴികളെ പോലും മറന്ന് മനുഷ്യനോട് സാദൃശ്യപ്പെടുവാൻ, പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും അവനെപ്പോലെ ആയിത്തീരുവാൻ ശ്രമിച്ച ഒരു ദൈവത്തിൻ്റെ മറവിയുടെ ലോകത്തെ, സ്നേഹം ഒരു മറവിയാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഈ ലേഖനത്തിലൂടെ അദ്ദേഹം പ്രസ്താവിക്കുകയാണ്. സ്നേഹം കൊണ്ടൊരു പൂക്കളം എന്ന് പറയുന്ന ലേഖനത്തിൽ സ്നേഹത്തിനു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന ബൈബിൾ ഭാഷ്യത്തെ, അതിൻ്റെ വിവിധ തലങ്ങളെ വളരെ മിഴിവോടുകൂടെ വിചിന്തന വിധേയമാക്കുകയാണ് ജോനാഥൻ അച്ഛൻ. പിറവി എന്ന് പറയുന്ന ലേഖനത്തിലേക്ക് എത്തുമ്പോഴേക്കും ക്രിസ്തുവിൽ പുതുതാക്കപ്പെടുന്ന, നവീകരിക്കപ്പെടുന്ന, ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി മാറുന്ന മനുഷ്യജീവിതത്തെ വളരെ മിഴിവോടുകൂടെ അദ്ദേഹം അടയാളപ്പെടുത്തുകയാണ്. സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ വഴി പിന്തുടരേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് വളരെ മനോഹരമായി അനശ്വരതയുടെ ഭാരം എന്ന് പറയുന്ന ലേഖനത്തിൽ അദ്ദേഹം പ്രസ്താവിക്കുന്നുണ്ട്. ഇങ്ങനെ സ്വയം ശൂന്യനാകുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് സ്നേഹമുണ്ട്. പക്ഷേ അവൻ്റെ താഴ്മയുടെ മഹിമ വളരെ വലുതായിരുന്നതിനാലും അത് മനസ്സിലാക്കാനുള്ള എളിമ നമുക്കില്ലാതെ പോകുന്നതിൻ്റെ വൈരുദ്ധ്യങ്ങളെ അദ്ദേഹം എടുത്തു കാണിക്കുകയാണ്. അനശ്വരതയുടെ ഭാരമെന്ന ഈ ലേഖനം വളരെ ഹൃദയസ്പർശിയായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുക. ദൈവം എത്രമേൽ എളിമയോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടു, എന്നിട്ടും അവനെ മനസ്സിലാക്കാൻ നമ്മൾ വൈകി പോകുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ നമുക്ക് തെറ്റുപറ്റുന്നു എന്ന ഒരു ആത്മപരിശോധനയുടെയും വിചിന്തനത്തിൻ്റെയും ശബ്ദങ്ങൾ ഇതിൽ മുഴങ്ങിക്കേൾക്കാം. അതിമാനുഷികമായ ദൈവസങ്കല്പങ്ങളെ തോൽപ്പിച്ചുകൊണ്ടാണ് കാലിത്തൊഴുത്തിലെ ഈ ശിശു ദൈവമായി നമ്മുടെ ഹൃദയങ്ങളിൽ അവതരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മനോഹരമായി ഉള്ളിലെ സ്നേഹത്തെ പകുത്തുകൊടുക്കേണ്ട, അല്ലെങ്കിൽ ദൈവം കാണിച്ചു തന്ന മാതൃകയിലൂടെ നമ്മുടെ ഉള്ളിലെ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് പകുത്തു നൽകേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ഈ ലേഖനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. സ്വപ്നങ്ങളുടെ മഞ്ഞുകാലം എന്ന് പറയുന്ന ലേഖനത്തിലൂടെ സ്വപ്നങ്ങളൊരു മനുഷ്യനെ എങ്ങനെയാണ് ആധ്യാത്മികമായ പുതിയ പ്രകാശത്തിലേക്ക് വഴി തെളിച്ചു വിടുക എന്ന് വിശുദ്ധ ജോസഫിൻ്റെ ജീവിതത്തെ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം നമുക്ക് പകർന്നു നൽകുകയാണ്. സ്വപ്നത്തിനുള്ളിലെ ആധ്യാത്മിക അവബോധങ്ങളാണ് ഈ ലേഖനത്തിൻ്റെ ഉൾക്കാമ്പ്. ദൈവാന്വേഷികൾ എന്ന ലേഖനത്തിലേക്ക് എത്തുമ്പോൾ ദൈവം അനുനിമിഷം അവൻ്റെ അസാന്നിധ്യത്തിലൂടെ നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന ഒരു പുതിയ നവീനമായ ചിന്ത അദ്ദേഹം പകർന്നു നൽകുകയാണ്. ദൈവമില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിഷമഘട്ടങ്ങളിലാണ് അവൻ്റെ സാന്നിധ്യം കൂടുതലായിട്ടുണ്ടാവുക എന്ന മനോഹരമായ ചിന്ത അദ്ദേഹം പകർന്നു വയ്ക്കുമ്പോൾ, ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്ന മനുഷ്യൻ ദൈവസാന്നിധ്യമില്ല എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട്, ദൈവസാന്നിധ്യത്തെ വിസ്മരിച്ചുകൊണ്ട് അത്തരം ഘട്ടങ്ങളിൽ, നിരാശരാകുന്ന ഘട്ടങ്ങളിൽ അവരുടെ കൂടെ ദൈവമുണ്ട് എന്നുള്ള പ്രത്യാശയുടെ സുവിശേഷം ജോനാഥൻ അച്ഛൻ അവതരിപ്പിക്കുകയാണ്.
ദൈവം പല നിമിഷങ്ങളിലും നമ്മുടെ കൂടെ ഇല്ല എന്ന് ചിന്തിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ഒരു അദൃശ്യ സാന്നിധ്യമായി, സ്നേഹത്തിൻ്റെ സംരക്ഷണ കവചമായി അവൻ നമുക്ക് മുമ്പേ സഞ്ചരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയണമെന്നും, അങ്ങനെ ഒരു നവീനമായ ആധ്യാത്മിക ജീവിതത്തിലേക്ക് നമ്മളുടെ ജീവിതം വഴിമാറുമ്പോഴാണ് ഉൾക്കാമ്പുള്ള ആധ്യാത്മികതയുടെ വക്താക്കളായി നമ്മൾ രൂപാന്തരപ്പെടുക എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ദർശനങ്ങളിലൂടെ വളരെ മനോഹരമായി ദൈവവചനത്തിൻ്റെ ഉൾക്കാമ്പുകളെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് പാതുകമെന്ന ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ തനിച്ചാക്കപ്പെടലിൻ്റെയും നിരാശയിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങളെ എങ്ങനെ നന്നായി തരണം ചെയ്യണമെന്നും, എങ്ങനെ ദൈവസാന്നിധ്യത്തെ നന്നായി അനുഭവിക്കണമെന്നും, എങ്ങനെ സ്നേഹത്തിൻ്റെ ഭാവാന്തരങ്ങൾ നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിക്കുന്നു എന്നുള്ള ഉൾക്കാഴ്ചകളിലൂടെ നമ്മുടെ ജീവിതത്തെ പുതിയൊരു ദിശാബോധം നൽകുവാൻ ഈ ഗ്രന്ഥം നമ്മെ സഹായിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഈ ഗ്രന്ഥവായന നിങ്ങളെ പുതിയ അവബോധത്തിലേക്ക് നയിക്കുവാൻ സഹായിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നിങ്ങൾ ജീവിതത്തിലെ ഏകാന്തത അനുഭവിക്കുന്ന വ്യക്തിയാണോ? മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് നിരന്തരം പരാതി പറയുന്നവരാണോ? മറ്റുള്ളവരുടെ സ്നേഹത്തിന് ഞാൻ പാത്രമാകുന്നില്ല എന്നും എൻ്റെ ജീവിതം നിരർത്ഥകമാണോ എന്നും ചിന്തിച്ച് ഏകാന്തതയുടെ തടവുകളിൽ സ്വയം ഹോമിക്കപ്പെടുന്നവരാണോ നിങ്ങൾ? തീർച്ചയായും പാതുകമെന്ന ഗ്രന്ഥം നിങ്ങൾ വായിക്കണം. ഈ പാതുകമെന്ന ഗ്രന്ഥം നിങ്ങൾ വായിക്കുമ്പോൾ ദൈവം ഒരു പാതുകം പോലെ നിങ്ങളുടെ ആത്മാവിനെ സംരക്ഷിക്കുന്നുണ്ടെന്നും, അവൻ്റെ സ്നേഹം നിങ്ങൾക്കുമീതെ സദാസമയവും തണൽ വിരിച്ച് നിൽക്കുന്നുണ്ടെന്നും, അതിലെ കായ്ക്കളും പൂക്കളും കൊണ്ട് അവൻ നിങ്ങളുടെ ആന്തരിക വിശപ്പുകളെ മാറ്റുന്നുണ്ട് എന്നുമുള്ള ഉൾക്കാഴ്ച നിങ്ങൾക്ക് ബോധ്യമാവും. തീർച്ചയായും ഈ ഗ്രന്ഥത്തിലൂടെ നിങ്ങൾ കടന്നു പോവുക. ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളെ വളരെ ഹൃദയതയോടുകൂടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുവാൻ നിങ്ങൾ ശ്രമിക്കുക. അതിനായി ഈ ഗ്രന്ഥത്തിൻ്റെ പാരായണം നിങ്ങളെ സഹായിക്കും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് മറ്റൊരു പുസ്തകവുമായി കണ്ടുമുട്ടാം എന്ന പ്രത്യാശയോടെ ഇന്നത്തെ വായനയുടെ ലോകം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.